Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ലിവറേജുമായി ബന്ധപ്പെട്ടുള്ള ഇല്ലുസ്ട്രേഷനാണ്. So, illustration number 6 from your textbook. So, data given below relates to X limited. And കുറച്ച് ഇൻഫർമേഷൻ തന്നിരിക്കുന്ന സെയിൽസ് 75 lakh rupees തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 42 lakh, ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh rupee, ഡെപ്റ്റ് തന്നിട്ടുണ്ട് 45 lakh rupees ആണ് ടോട്ടൽ ഡെപ്റ്റ്, റേറ്റ് ഓഫ് ഡെപ്റ്റ് 9%. അപ്പോൾ 9% ഡെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് വരുന്ന അർത്ഥം. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ 55 lakh. ദെൻ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Then at what level EBT will become zero? ഏത് ലെവൽ ഓഫ് EBTയിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഏത് ലെവൽ ഓഫ് സെയിൽസിലാണ് EBT സീറോ ആയിട്ട് വരിക? ക്ലിയർ? So we need to find out the sales level, break even sales, clear, where EBT becomes zero. Clear? EBT zero ആയിട്ട് വരുന്ന ബ്രേക്ക് ഈവൻ ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ നമ്മൾ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫോർ ദിസ് പർപ്പസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നത് EBIT ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ EBIT ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് means debt plus equity into 100. Clear? So EBIT divided by capital employed into 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ ബാക്കി ഇതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ ഡീറ്റെയിൽസ് നോക്കി ക്ലിയർ ഇതിനനുസരിച്ചൊന്ന് പെട്ടെന്നൊന്ന് ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? വി നീഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ഉണ്ടാവണം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ലിവറേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് OL ആയിക്കോട്ടെ, FL ആയിക്കോട്ടെ അല്ലേ, CL ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് വേണം നമുക്ക്? സോ നമ്മൾ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, EBIT അല്ലേ, EBT. അപ്പോൾ EBT വരെ വരുന്ന തരത്തിലുള്ള ക്ലിയർ, ഇപ്പോൾ സെയിൽസിൽ നിന്നും ഏർണിങ്സ് ബിഫോർ ടാക്സ് വരെ വരുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യുക. EBIT EPS അനാലിസിസിൻ്റെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിയാം അല്ലേ? അപ്പോൾ അതനുസരിച്ച് EBT വരെ ചെയ്താൽ മതി, ബാക്കിയുള്ള ഇൻഫർമേഷൻ നമുക്കില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ തൽക്കാലം. ക്ലിയർ? ഓക്കെ, ഒന്ന് ചെയ്തു വയ്ക്കുക. സോ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, നോട്ട്ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക അല്ലേ? സെയിൽസ് 75 lakh, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അല്ലേ നമ്മൾ എഴുതി, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് EBT എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമ്മൾ സെയിൽസ് എഴുതി 75 lakh. ദെൻ വേരിയബിൾ കോസ്റ്റ് ലെസ് 42 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 33 lakh rupee കിട്ടി, ലെസ് ഫിക്സഡ് കോസ്റ്റ് 6 lakh rupee. അപ്പോൾ EBIT നമുക്ക് കിട്ടി 27 ലക്ഷം അല്ലേ, ലെസ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻട്രസ്റ്റ് ഈക്വൽ ടു നമുക്കറിയാം അല്ലേ, 9% ആണ്, 45 lakh rupees ആണ് എന്ത് പറയണത് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റിൻ്റെ 45 ലക്ഷം ഇൻറ്റു ക്ലിയർ 9/100. സോ ദാറ്റ് വിൽ ഗിവ് യു 4,05,000 rupees. ക്ലിയർ? ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT 22,95,000 കിട്ടി. ഓക്കെ, തൽക്കാലം അതോടെ നിൽക്കട്ടെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ഓരോന്നിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കും. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താ? ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആണ് അല്ലേ? അപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റിയും കൂടെ എടുക്കുമ്പോൾ ഡെപ്റ്റ് 45 ലക്ഷം രൂപയാണ്, ഇക്വിറ്റി 55 ലക്ഷം രൂപ, ടോട്ടൽ ക്ലിയർ 100 lakhs. ദാറ്റ് മീൻസ് 1 crore. ക്ലിയർ? 1 കോടി രൂപ. ക്ലിയർ? ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 45 lakh ഇൻറ്റു 9/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 4,05,000 rupees. നമ്പർ 1 നമുക്ക് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ROI കാൽക്കുലേറ്റ് ചെയ്യണം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നമ്മളവിടെ ഫോർമുലയും പറഞ്ഞു അല്ലേ, ഫോർ ദിസ് പർപ്പസ് EBIT ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? EBIT ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 lakh ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റഡ് ഈസ് 1 crore ദാറ്റ് ഈസ് 100 lakh ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 27%. ക്ലിയർ? അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 27% കിട്ടി. അടുത്ത് നമ്മൾ DOL
calculation. Clear? OL എന്ന് വേണമെങ്കിൽ പറയാം. Clear? Operating leverage. What is the formula for operating leverage? C divided by EBIT. Contribution divided by EBIT. So contribution നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക അല്ലേ? നേരത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണ് കിട്ടിക്കുന്നത്? സോ C is 33 lakh അല്ലേ? EBIT is 27 lakh. Clear? അപ്പോൾ കോൺട്രിബ്യൂഷൻ 33 lakh divided by 27 lakh. So C divided by EBIT ചെയ്യുന്ന സമയത്ത് 33 divided by 27 ചെയ്യുമ്പോൾ 1.22. Clear? So this is the operating leverage. Next is FL. And what is FL formula? EBIT divided by EBT. Clear? So EBIT here is 27 lakh. EBT is 2295, like 22,95,000. So 27 divided by 22.95 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27 lakh divided by 22,95,000 will give you 1.17 as FL. Here, so financial leverage is 1.17. Okay. The next one is combined leverage, CL, combined leverage. The combined leverage, so that is equal to C divided by EBIT. Here, so here contribution is already given 33 lakh. And next is EBT is 22,95,000. Therefore, there is a value of 1.48. Clear? അങ്ങനെ 3 വേരിയബിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ബി പാർട്ടിൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്, ഇങ്ങനെ 3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ? ദെൻ ആസ് എ തേർഡ് ആസ്പെക്ട് അല്ലേ, മൂന്നാമതായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ ലെവൽ ഓഫ് സെയിൽസ് ടു ബ്രേക്ക് ഈവൻ. ക്ലിയർ? ബ്രേക്ക് ഈവണിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് എന്താണ്? ബ്രേക്ക് ഈവൺ ഇവിടെ സാധാരണ നമ്മൾ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ബ്രേക്ക് ഈവൺ എടുക്കുക. ക്ലിയർ? പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്, EBIT വെച്ചിട്ടാണ് എടുക്കുക. ഇവിടെ നമുക്ക് EBT 0 ആയിട്ട് വരുമ്പോൾ എന്താണ് കിട്ടുക? ക്ലിയർ? EBT 0 ആയിട്ട് വരുന്ന ലെവൽ. ക്ലിയർ? അപ്പോൾ EBIT അല്ല ഇവിടെ വരുന്നത്, EBT ആണെന്ന് ഓർക്കണം. ക്ലിയർ? അപ്പോൾ EBTയുടെ വരുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഫിക്സഡ് കോസ്റ്റിന് പുറമെ ഒരു കോസ്റ്റ് കൂടെ വരും. എന്താണത്? ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റും ഫിക്സഡ് കോസ്റ്റും രണ്ടും കൂടെ ചേരുമ്പോഴേ അല്ലേ, അതും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഓക്കെ, അപ്പോൾ EBT 0 ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ EBIT 0 ആകുമ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക് ഈവൻ്റെ ഫോമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്നതിന് പകരം F അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്തുകൊണ്ട് എടുക്കണം? നോർമലി തന്നിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് കോസ്റ്റാണ് അല്ലേ, ഫിനാൻഷ്യൽ ചാർജാണ്, ഫിനാൻസ് കോസ്റ്റായിട്ട് അത് വരുന്നത് മാത്രമേ ഉള്ളൂ, അതും ഫിക്സഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സോ നോർമലി BEP സെയിൽസ് അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? F × S ഡിവൈഡഡ് ബൈ C അങ്ങനെയാണ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ F/C × S അങ്ങനെ എഴുതാം കേട്ടോ. F/C ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ F × S ഡിവൈഡഡ് ബൈ C എന്ന് എഴുതാം. ക്ലിയർ? അവിടെ F എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റ് ആണ്, S എന്ന് പറയുന്ന സെയിൽസ് ആണ്, ക്ലിയർ? C എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? EBT 0 ആയിട്ട് വരുന്ന ലെവലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം എന്തുകൂടെ എടുക്കണം? ഇൻട്രസ്റ്റ് കൂടെ എടുക്കണം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ്, അത്ര മാത്രമേ ചെയ്യാവുള്ളൂ. ക്ലിയർ? സോ ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടും? ഫിക്സഡ് കോസ്റ്റ് 6 lakh റുപ്പിയാണ്. ക്ലിയർ? ഇൻട്രസ്റ്റ് 4,05,000 ആണ്. അപ്പോൾ ടോട്ടൽ 10,05,000 റുപ്പീസ് കിട്ടും. ക്ലിയർ? സോ 10,05,000 ഈസ് ദി ടോട്ടൽ F. ക്ലിയർ? S എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് നേരത്തെ പറഞ്ഞത് അല്ലേ, 75 lakh റുപ്പീസ് ആണ് സെയിൽസ്. അപ്പോൾ S എന്ന് പറയുന്നത് S = 75 lakh. കോൺട്രിബ്യൂഷൻ എത്രയാണ്? നേരത്തെ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ 33 lakh ആണ് കിട്ടിയിരുന്നത്. ക്ലിയർ? 33 ലക്ഷം ആണ് കിട്ടിയിരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? സോ 10,05,000 ഇൻറ്റു 75 lakh, സോറി 10,05,000 ഇൻറ്റു 75 lakh ഡിവൈഡഡ് ബൈ 33 lakh. ഓക്കെ, F into S divided by C. So that will give you a sales of break-even sale of 22,84,091. Clear? So 22,84,091. Okay. So this is the break-even sales. ഇവിടെ ഇത്ര ഒരു സെയിൽസ് ഉണ്ടെങ്കിൽ, ഇത്ര രൂപയുടെ 22,84,091 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ EBT 0 ആയിട്ട് വരും. EBT എന്താ? ഏർണിങ്സ് ബിഫോർ ടാക്സ്. ക്ലിയർ? 0 പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ടാക്സ് കൊടുക്കണോ? ടാക്സ് കൊടുക്കണ്ട. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് 0 ആയിട്ട് വരുന്ന ഒരു ലെവലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ്റെ ഫോമുല ഉപയോഗിച്ച് വേണം ചെയ്യാം കേട്ടോ. ബ്രേക്ക് ഈവൻ സെയിൽസ് = F × S / C.
ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് നമുക്ക് ചെയ്യാം. ക്ലിയർ? അവിടെ ഇൻട്രസ്റ്റ് കൂടെ എടുക്കണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ എടുക്കണം. അത് ആലോചിച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ 22 നമുക്കിത് ശരിയാണ് നോക്കാം അല്ലേ? ഈ 22,84,091 ചെയ്യുമ്പോൾ 0 ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ? അത് എങ്ങനെ നോക്കുക? ഇപ്പോൾ നമ്മൾ പഴയ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സെയിൽസ് എന്ന് പറയുന്നത് 22,84,091. ക്ലിയർ? ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടും? പ്രൊപ്പോർഷനേറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? 75 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടാകുമ്പോൾ 42 ലക്ഷം രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 42 lakh ഇൻറ്റു 22,84,091 ഡിവൈഡഡ് ബൈ 75 lakh അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് 12,79,091 കിട്ടും. അതല്ലെങ്കിൽ ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക. സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് വേരിയബിൾ കോസ്റ്റ്? ക്ലിയർ? സോ 42 lakh ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, 75 lakh ആണ് സെയിൽസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 56% കിട്ടും. ക്ലിയർ? 56% ഓഫ് ദ സെയിൽസ് വിൽ ബി വേരിയബിൾ കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് 56% ഓഫ് ദിസ് എമൗണ്ട് 22,84,091 56% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടും? 12,79,091 അല്ലേ? ഇതെങ്ങനെ വേറെ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ ഉള്ളത് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 42 lakh ഇൻറ്റു അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ സെയിൽസ് എത്രയാണ്? 22,84,091 അല്ലേ? ഒറിജിനൽ സെയിൽസ് എത്രയാണ്? 75 lakh. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഈ എമൗണ്ട് കിട്ടും. ക്ലിയർ? അപ്പം അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 10,05,000 ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh. അപ്പോൾ 4,05,000 കിട്ടി. ലെസ് ഇൻട്രസ്റ്റ് 4,05,000 അല്ലേ? ഇതൊന്നും സെയിൽസ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, അതൊക്കെ ഫിക്സഡ് ആണ്. അതുകൊണ്ട് EBT എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ EBT 0 ആയിട്ട് വരുന്ന സെയിൽസിൻ്റെ ലെവലായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഫോർമുല? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു F×S ഡിവൈഡഡ് ബൈ C. ക്ലിയർ? ഓക്കെ, ഇവിടെ F എടുക്കുമ്പോൾ എന്തുകൂടെ എടുക്കുക? ഇൻട്രസ്റ്റ് കൂടെ എടുക്കണം എന്ന് ഓർക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ എടുക്കണം. ക്ലിയർ? സോ ദിസ് ഇസ് ദി വേ ബൈ വിച്ച് വി കൻ സോൾവ് ദി ക്വസ്റ്റ്യൻ. ക്ലിയർ? So there is another question illustration number 7. Clear? The following details of A Limited for the year ended 31/3/2019 are furnished. Operating leverage, clear, 3:1. Financial leverage 2:1. Okay, interest charges per annum 20 lakh. Corporate tax rate is 50%. Variable cost 60%. So prepare the income statement of the company. കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്. ക്ലിയർ? നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജ് 3 തന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് 2 തന്നിട്ടുണ്ട്. ക്ലിയർ? ദെൻ ഇൻട്രസ്റ്റ് ചാർജസ് പെർ ആനം 20 lakh ഇൻട്രസ്റ്റ് ചാർജസും തന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 50%. വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട് 60%. ക്ലിയർ? ഈ രീതിയിലുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലിയർ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം സെയിൽസ് കണ്ടുപിടിക്കണം അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ സെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ സെയിൽസിൻ്റെ വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, കോൺട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ഇൻട്രസ്റ്റിൻ്റെ ശതമാനം തന്നിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ OL-ഉം FL-ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നു. ക്ലിയർ? ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. Is it clear? Okay, EBIT ഡിവൈഡ് ബൈ EBT എന്നാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുക. സോ EBIT ഡിവൈഡ് ബൈ EBT എന്ന് പറയുന്നത് 2 ആണ് വാല്യൂ, ഗിവൺ വാല്യൂ. ക്ലിയർ? ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് 2:1 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഓക്കെ, അപ്പോൾ EBIT 1% ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് EBT 2% ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ? ഓക്കെ,
സോ ഇറ്റ് ഈസ് 2. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ച് മറിച്ച് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ് അല്ലേ. EBT എന്ന് പറഞ്ഞാൽ എന്താ? EBT എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഏർണിങ്സ് ബിഫോർ ടാക്സ്. ക്ലിയർ? അപ്പോൾ അതിൽ എന്തുണ്ടാവും? EBIT അതിൽ നിന്ന് മൈനസ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് EBT കിട്ടുക. ക്ലിയർ? ടാക്സിന് മുമ്പുള്ള ലാഭം അല്ലേ. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് EBT. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മൈനസ് ഇൻട്രസ്റ്റ് EBIT മൈനസ് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT കിട്ടും അല്ലേ. ഇവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 20 lakh. ഓക്കെ, സോ അതുകൊണ്ട് EBIT ആണ് ഇവിടെയും വരുന്നത് ഇവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് EBIT നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് 2 EBIT അല്ലേ. ദാറ്റ് ഈസ് 2 EBIT മൈനസ് 40 lakh. ഇവിടെ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ടിനെയും മൈനസ് ചെയ്യും. ക്ലിയർ? ഇൻറ്റു ചെയ്യും. ക്ലിയർ? ഇവിടെ 2 ഇൻറ്റു EBIT എന്ന് പറയുമ്പോൾ 2 EBIT വന്നു. ക്ലിയർ? 2 ഇൻറ്റു 20 lakh എന്ന് പറയുമ്പോൾ 40 lakh എന്ന് വന്നു. ക്ലിയർ? സോ 2 EBIT മൈനസ് 40 lakh ഈക്വൽ ടു EBIT എന്ന് കിട്ടി. therefore EBIT ഈക്വൽ ടു 40 lakh എന്ന് കിട്ടി. എങ്ങനെയാണ്? ക്ലിയർ? സോ EBIT 2 EBIT minus 40 lakh equal to EBIT and therefore EBIT equal to 40 lakh. Clear? So നമ്മൾ ഈ ഇക്വേഷൻ്റെ രൂപത്തിൽ നമുക്ക് 40 lakh rupees EBIT ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മിസ്സിംഗ് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് നമുക്ക് അതിലൂടെ EBIT കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ഇവിടെ 2:1 എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും EBIT 2 ആകുമ്പോൾ EBT 1 ആയിരിക്കും. EBT എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? EBIT മൈനസ് ഇൻട്രസ്റ്റ് തന്നെ എഴുതാം. ക്ലിയർ? സോ ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 1. ക്ലിയർ? അതാണ് 2:1. അങ്ങനെയാണെങ്കിൽ ഇവിടെ EBIT മൈനസ് 1. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് 2 lakh rupee. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ ആണ്. ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ EBIT മൈനസ് 20 lakh നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ മാറ്റാൻ വേണ്ടി EBIT കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലേ, EBIT ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു EBIT ആകുമ്പോൾ 2 EBIT ആയി. 2 ഇൻറ്റു 20 lakh എന്ന് പറയുമ്പോൾ 40 lakh ആയി. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു EBIT എന്ന് കിട്ടി അല്ലേ. ഇത് രണ്ടും തുല്യമാണ്. എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇതിനെ തുല്യമാക്കണം എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ EBITനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻട്രസ്റ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ? അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അല്ലേ, therefore EBIT നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ അല്ലേ, EBIT 2 EBIT മൈനസ് 1 EBIT എന്ന് പറയുമ്പോൾ EBIT ആയിട്ട് തന്നെ വരും. ക്ലിയർ? അപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും 40 lakh കൊണ്ടുവരുന്ന സമയത്ത് എന്തായിട്ട് വരും? EBIT. therefore EBIT will be equal to 40 lakh എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ EBIT ഈസ് കാൽക്കുലേറ്റഡ്. ഇനി EBIT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ നമുക്ക് എടുക്കാം അല്ലേ. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്കറിയാം. സോ വാട്ട് ഇസ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. ക്ലിയർ? സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ഈസ് ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് കോൺട്രിബ്യൂഷൻ 3 ആണെങ്കിൽ EBIT എത്രയാണ്? 1 ആണ്. ഇതാണല്ലേ ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3:1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ EBIT ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 40 lakh. therefore അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? therefore C ഈക്വൽ ടു 3 ഇൻറ്റു 40 lakh, 3 ഇൻറ്റു EBIT അല്ലേ. EBITയുടെ 3 ടൈംസ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇൻറ്റു 3 ചെയ്താൽ മതി. 3 ടൈംസ് ഓഫ് EBIT ക്ലിയർ വിൽ ബി കോൺട്രിബ്യൂഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 lakhs or 1,20 lakh. സോ ഇതിനെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഇനിയിപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? കോൺട്രിബ്യൂഷൻ മൈനസ് EBIT ആണ് എന്ത്? ഫിക്സഡ് കോസ്റ്റ് അല്ലേ. കോൺട്രിബ്യൂഷൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? EBIT കിട്ടുക അല്ലേ. അങ്ങനെയാണ് ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, EBIT നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോൺട്രിബ്യൂഷൻ മൈനസ് EBIT ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? F കിട്ടണം. ആൻഡ് therefore ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു C മൈനസ് EBIT. ക്ലിയർ? അപ്പോൾ C മൈനസ് EBIT ചെയ്യുമ്പോൾ എത്ര വരും? 1,20 lakh മൈനസ് 40 lakh വിൽ ബി ഈക്വൽ ടു 80 lakh rupees. സോ 80 lakh rupees ഈസ് ദി ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് നമുക്ക് അല്ലേ, സെയിൽസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ക്ലിയർ? വാട്ട് ഇസ് ദ കോൺട്രിബ്യൂഷൻ എമൗണ്ട്? സോ ദാറ്റ് ഈസ് 1,20 lakh. ക്ലിയർ?
ഇതിൽ വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രപ്പോർഷനാണ് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40% ഓൺ സെയിൽസ് എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? സോ 40% ഓൺ സെയിൽസ്. ക്ലിയർ? അപ്പോൾ സെയിൽസിന് 40% വേരിയബിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും കോൺട്രിബ്യൂഷൻ. നമുക്കറിയാം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 60% എന്നാണ്. ഇറ്റ് ഇസ് നോട്ട് 40%. ക്ലിയർ? സോ വേരിയബിൾ കോസ്റ്റ് ഈസ് ഗിവൺ ആസ് 60%. ഓക്കെ, വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 60% കേട്ടോ. ഇവിടെ നോക്കാതി. ഓക്കെ, അപ്പോൾ 60% വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, സോ ഇഫ് S minus V equal to C, clear? സോ വേരിയബിൾ കോസ്റ്റ് 60% ആണ്. അങ്ങനെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 40% ആയിരിക്കും അല്ലേ? ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുക? 100% കിട്ടുക. നൗ ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? അപ്പോൾ 100% സെയിൽസ് എന്ന് പറയുന്നതിൽ വേരിയബിൾ കോസ്റ്റ് 60% അപ്പോൾ കോൺട്രിബ്യൂഷൻ 40%. കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1,20,00,000 rupees ആണ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ 100% കണ്ടുപിടിച്ച സെയിൽസ് ആവില്ലേ? ആവും. ക്ലിയർ? അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ 40% ആണ് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ വേരിയബിൾ കോസ്റ്റ് 60% ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ 40% ആണ്. അങ്ങനെയാണെങ്കിൽ 1,20,00,000, ക്ലിയർ? ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40. ക്ലിയർ? ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? സോ വി വിൽ ഗെറ്റ് 3 crore rupees. ക്ലിയർ? സോ ദീസ് 3 crore ഈസ് ദി ടോട്ടൽ സെയിൽസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 60% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. സോ ദെർഫോർ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 3 crore, that is 300 lakhs into 60 by 100, that is equal to 1,80,00,000 or 180 lakh rupees. Clear? അപ്പോൾ ഇങ്ങനെ വേരിയബിൾ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ വേരിയബിൾ കോസ്റ്റായി ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. സെയിൽസിൻ്റെ വാല്യൂ ആയി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സോ വാട്ട് ഈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്? സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം അല്ലേ? നമ്മൾ വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്താൽ മതി. സെയിൽസ് 300 lakhs, റുപ്പീസ് ലാക്സ് ആയതുകൊണ്ട് ഇവിടെ അബ്രീവിയേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 300 എന്ന് എഴുതി. ലെസ് വേരിയബിൾ കോസ്റ്റ് 180 lakh. ക്ലിയർ? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 120 lakh. ക്ലിയർ? നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് 80 lakh. സോ ABAT ഈക്വൽ ടു 40 lakh. ഇൻട്രസ്റ്റ് ചാർജ് 20 lakh. ക്ലിയർ? ലെസ് അപ്പോൾ നമുക്ക് കിട്ടുന്ന EBT 20 lakh rupees എന്ന് കിട്ടി. ക്ലിയർ? ദെൻ ലെസ് tax rate is given as 50% and therefore 20 lakh into 50 by 100 equal to 10 lakh. അപ്പോൾ 10 lakh ടാക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ? EAT എന്ന് പറയുന്നത് എത്രയാണ്? സോ EAT ഈക്വൽ ടു 10 lakh. അപ്പോൾ ഇത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറി. അങ്ങനെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മിസ്സിംഗ് ഇൻഫർമേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരണം. ക്ലിയർ? അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ക്ലിയർ? അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് മാറ്റി ചെയ്ത് നോക്കുക. സോ ദാറ്റ് നമുക്കിത് മെത്തഡോളജി എങ്ങനെയാണ് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ. ക്ലിയർ? റിപ്പീറ്റഡ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോഴേ അതിൻ്റെ മെത്തേഡ്സ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്യുന്നു കേട്ടോ.